പശ്ചിമേഷ്യയിൽ ഇസ്രയേലിലും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്നതിനിടെ ഇറാന്റെ തന്ത്രപ്രധാനമായ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ തുറക്കാൻ അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകായുധമായ B-2B സ്പിരിറ്റ് ബോംബറുകൾ ഉപയോഗിച്ചു, സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, യുദ്ധത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ് ഇത്തരം ബോംബറുകൾ ഉപയോഗിക്കുക. ഈ ബോംബറുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് കടക്കണം. അതിനു മുൻപ് ആ ദൃശ്യങ്ങളിലേക്ക്, അമേരിക്ക പുറത്തുവിട്ട ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ഇറാന്റെ ഭൂഗർഭ അറകളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. രഹസ്യ നീക്കം പുറം ലോകം അറിയുന്നത് മിലിറ്ററി എയർ ട്രാക്കിംഗ് അലയൻസിലെ 30ഓളം ഓപ്പൺ സോഴ്സ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളിലൂടെയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതീവ രഹസ്യമായാണ് അമേരിക്ക ഈ നീക്കം പുറത്തുവിട്ടത്. ഇതിനെ പുറം ലോകം അറിയരുത് എന്ന് അമേരിക്ക ആദ്യം അത്തരത്തിൽ കരുതിയിരുന്നു. പക്ഷേ ആകാശത്തെ അദൃശ്യ ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 4 B-2 സ്പിരിറ്റ് വിമാനങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കാളികളായി എന്ന് US പ്രതിരോധ വകുപ്പ് പിന്നീട് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, ലോകത്തിലെ ഏറ്റവും ആധുനികവും ചെലവേറിയതുമായ തന്ത്രപ്രധാന ബോംബറായ B-2B സ്പിരിറ്റ്, അതിൻ്റെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിർത്തി കടക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ബോംബിടാനും ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അമേരിക്കയുടെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് അത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നമുക്കറിയാം ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇറാന്റെ മിസൈലുകളെ തകർക്കുക എന്ന പരമോന്നത ലക്ഷ്യം കൂടി അമേരിക്ക ഉണ്ടായിരുന്നു. 11,000 കിലോമീറ്റർ വരെ ദൂരം നിർത്താതെ പറക്കാൻ കഴിയുന്ന ഈ വിമാനം, അതുമായി ബന്ധപ്പെട്ട ബോംബറുകൾ, അത് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു അമേരിക്ക ഇറാനിൽ. അതെ രഞ്ജിത്ത്, ഇതിനു മുൻപേ തന്നെ ട്രംപ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നൽകിയിരുന്നത്. ട്രംപ് എപ്പോഴും ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നത് തങ്ങളുടെ കയ്യിൽ B-20 ബോംബറുകളുണ്ട്. ഇപ്പോൾ ഇറാൻ ഈ ആണവ കരാറിൽ ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ ഏത് നിമിഷവും ഞങ്ങൾ അതെടുത്ത് പ്രയോഗിക്കും എന്നൊരു ഭീഷണി കൂടി ട്രംപ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഭീഷണി ഉണ്ടാക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിനു മുൻപേ കഴിഞ്ഞ വർഷം 2025 ജൂണിൽ നടന്ന ഈ ഒരു ഇസ്രായേൽ അതുപോലെ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ US ഇത്തരത്തിൽ ഈ B-20 ബോംബറുകൾ ഉപയോഗിച്ച് അവരുടെ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെല്ലാം തകർക്കുന്ന ഒരു അവസ്ഥ അന്ന് സംജാതമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അന്ന് ഈ ആണവ നിലയങ്ങൾ തകർത്തതിന് ശേഷം US അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ സംവിധാനത്തെ പൂർണ്ണമായിട്ടും നിർവീര്യമാക്കി. ഇനി അത്തരമൊരു സംവിധാനം അത് ഇറാനിലില്ല എന്നതുൾപ്പെടെ ഉള്ള ഒരു വാദങ്ങളാണ് US അന്ന് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയിട്ടുള്ള പല നിരീക്ഷണങ്ങളിലും അതുപോലെ തന്നെ ചാരവൃത്തിയിലൂടെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിൽ ഇത്തരത്തിൽ വീണ്ടും ആണവ നിലയങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളെല്ലാം US-ന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വർഷം വീണ്ടും ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അതൊരു ആണവ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോഴാണ് ഈ ട്രംപിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ ഭീഷണി ആ B-20 വിമാനത്തിൻ്റെ പേരിൽ വരുന്നത്. ഇപ്പോഴാണ്
ഭീഷണി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യഘട്ടത്തിൽ സാധാരണ മിസൈലുകളും അതുപോലെ മറ്റ് ഫൈറ്റർ ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു US സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഖമനയുടെ മരണത്തിന് ശേഷം ഈ ഇറാന്റെ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ഭൂഗർഭ അറകളിലുള്ള മിസൈൽ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാനുള്ള ഒരു നടപടിയാണ് നിലവിൽ US സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്നത് പ്രധാനമായിട്ടും അവരുടെ ചില നേവൽ ബേസുകൾ, 9ഓളം യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ ഈ ബോംബിങ്ങിൽ തകർന്നതായിട്ടാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പല മിസൈൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവർക്ക് നഷ്ടമായതായിട്ടും അതുപോലെ വളരെ സാരമായിട്ട് ഇതിനെ പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ ഈ B-20 ബോംബറുകൾ നേരത്തെ തന്നെ എബ്രഹാം ലിങ്കൺ കപ്പൽ വഴി അവിടെ എത്തിച്ചിരുന്നു. പക്ഷേ ഇതിന് ഈ ഒരു വിമാനങ്ങൾക്ക് അത്തരമൊരു കാര്യം പക്ഷേ പൂർണ്ണമായിട്ട് വേണമെന്നില്ല. ഈ ഒരു വിമാനം വഴി ഇത്തരമൊരു ഈ ഒരു എബ്രഹാം ലിങ്കൺ കപ്പൽ വഴി അവിടെ എത്തിച്ചത് അത് ആക്രമണം അത് കൂടുതൽ കടുപ്പിക്കാനും കൂടുതൽ ഇവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമാണ്. വേണമെങ്കിൽ US-ൽ തന്നെ ഇരുന്നു കൊണ്ട് US-ന് ഈ ആക്രമണങ്ങൾ അത് നിയന്ത്രിക്കാൻ വേണമെങ്കിൽ സാധിക്കും. കാര്യം ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ചുകൊണ്ട് വീണ്ടും കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ശേഷിയുള്ള വിമാനങ്ങളാണ് ഈ B-20 വിമാനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ്റെ എല്ലാ ആണവ സംവിധാനങ്ങളും അവരുടെ എല്ലാ മിസൈലുകളും സ്ഥിതി ചെയ്യുന്നത് ഭൂഗർഭ അറകളിലാണ്. അവിടെ വെച്ചാണ് അവർ പരീക്ഷണവും അതുപോലെ ഇതിൻ്റെ നിർമ്മാണവും മറ്റ് ഗവേഷണങ്ങളും ഉൾപ്പെടെ നടത്തുന്നത്. അപ്പോൾ ഈ ഭൂഗർഭ അറകളെ തുളച്ചുകൊണ്ട് ആക്രമണം നടത്തുക അത് മറ്റ് ഫൈറ്റർ ഈ മിസൈലുകൾ അതുപോലെ ഡ്രോണുകൾ അവയ്ക്കൊന്നും അങ്ങനെ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ B-20 ഈ ബോംബറുകൾക്ക് അതിൽ അഡ്വാൻറ്റേജ് വരുന്നത് അവിടെയാണ്. അങ്ങനെയാണ് അജയ് തുടരുക. ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ദൂരെ നോക്കിയാൽ ഇവയെ കാണാനാവുക. ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ നിന്ന് ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ. അവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം. തൽക്കാലം ഇറാൻ അതില്ല. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും B-2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. US-ന്റെ പക്കൽ മാത്രമാണ് ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബായ GBU അതിൻ്റെ ഒരു GBU 57A-B എന്ന ബോംബുള്ളത്. 20 അടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ US-ന്റെ B-2 ബോംബറിന് മാത്രമേ സാധിക്കൂ. 15 ടണ്ണോളം വരുന്ന ഈ ബോംബിന് എത്ര ശക്തമായ കോൺക്രീറ്റ് കവചത്തെയും തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന് കനത്ത സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട് താനും. അതാണ് ഇറാനിൽ അവർ അതീവ പ്രഹരശേഷിയോടെ പ്രയോഗിച്ചത് എന്നുള്ളത് നിർണായകമാണ്. മറ്റൊന്ന്, ഈ സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായ ഒരു സമുദ്ര കേന്ദ്രം കൂടി ഇന്നലെ ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. വലിയ തീപിടുത്തം അവിടെ ഉണ്ടായി. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അത് റിപ്പോർട്ട് ചെയ്തു. തീ അണയ്ക്കുന്നതിനായി സിവിൽ ഡിഫൻസ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിലെ എംബസി അടച്ചു UAE. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ തീരുമാനമുണ്ട്. വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന വിദേശ മന്ത്രിമാരുടെ യോഗമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. മറ്റൊരു പ്രധാന വിഷയം, നമ്മൾ അതിൻ്റെ ആ ഒരു സാങ്കേതികത്തിലേക്കും അതിൻ്റെ ഒരു കണക്കിലേക്കും ഒക്കെ പോയാൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.